ഒരു അമ്മയുടെ ജീവന് എത്ര വിലയുണ്ട്? ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ അമ്മയുടെ ജീവൻ എത്ര വിലയുണ്ട്? ഈ ചോദ്യത്തിന് നിങ്ങൾക്കൊരു മറുപടി ഉണ്ടാവുമോ? ഒരു പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് പറയാം. ഇൻഫിനിറ്റി എന്നായിരിക്കും, അതായത് നിലയ്ക്കാത്തത് എന്നായിരിക്കാം നമ്മളുടെ ഒരുവിധം എല്ലാവരുടെയും മറുപടി. എന്നാൽ 24-കാരിയായ ഒരു പെൺകുട്ടി സ്വത്തിനും സർക്കാർ ജോലിക്കും വേണ്ടി തൻ്റെ അമ്മയെ സ്വന്തം കാമുകനെ കൂട്ടുപിടിച്ച് ഇല്ലായ്മ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ എളുപ്പമാണോ അതോ ബുദ്ധിമുട്ടാണോ? കേൾക്കുമ്പോൾ തന്നെ നടുക്കമുണ്ടാവുന്ന ഈ സംഭവം നടന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. വാഹനാപകടമാണെന്ന് കരുതി പോലീസ് എഴുതിത്തള്ളാൻ തുടങ്ങിയ ഈ കേസ് പെട്ടെന്നുണ്ടായ ചില വഴിത്തിരിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രൂര കൊലപാതകത്തിന്റെ കറുത്ത അധ്യായങ്ങൾ പുറത്തേക്ക് വിളിച്ചു കാണിക്കുന്ന ഒരു വലിയ ഞെട്ടിക്കുന്ന സംഭവമായി മാറുകയാണ് ഉണ്ടായിരുന്നത്. ഈ കേസിന് പിന്നിൽ നടന്ന കറുത്ത മാന്ത്രികതയുടെയും ക്രൂരമായ കൊലപാതകത്തിന്റെയും ഞെട്ടിത്തെറിക്കുന്ന വഴിത്തിരിവുകളിലേക്ക് നമുക്കൊരു യാത്ര ചെയ്യാം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. ജൂലൈ 3 വൈകുന്നേര സമയം ഏകദേശം 5:45 രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള പ്രതാപ് നഗർ എന്ന് പറയുന്ന സ്ഥലം 45-കാരിയായ നീരജ് ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ തന്റെ ഭിന്നശേഷിക്കാരനായ മകനെ കോച്ചിങ് ക്ലാസ്സിൽ വിട്ടതിന് ശേഷം റോഡ് സൈഡിലൂടെ നടന്നു വരികയായിരുന്നു. വഴിയരികിലൂടെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് നീങ്ങുകയായിരുന്ന ആ സ്ത്രീയുടെ പിന്നിൽ പെട്ടെന്നാണ് ഒരു വെള്ള സ്കോർപിയോ കാർ പ്രത്യക്ഷപ്പെട്ടത്. ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് മുന്നേ തന്നെ താൻ നടക്കുന്ന വഴിയിൽ നിന്ന് ഒന്ന് മാറി നടക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ വളരെയധികം സ്പീഡിൽ, അതായത് ഏകദേശം 100 കിലോമീറ്ററിലധികം സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ വെള്ള സ്കോർപിയോ കാർ നീരജിനെ പുറകിൽ നിന്നും ശക്തമായി ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ തന്നെ നീരജ് ശർമ്മ എന്ന സ്ത്രീ അവിടെ വെച്ച് ദാരുണമായി മരണപ്പെട്ടു. കണ്ടുനിന്ന ആളുകൾക്കെല്ലാം ഇതൊരു സാധാരണ ഹിറ്റ് ആൻഡ് റൺ കേസായിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ഡെയിലി നടക്കുന്നത് ഒരു നിത്യ സംഭവമാണ്. എന്നാൽ ഈ കേസിന് മറ്റു കേസുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ ദുരന്തം നടക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നീരജിന്റെ വീട്ടിലെ ഗോവണിപ്പടിയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില ദൃശ്യങ്ങൾ കാണാനിടയുണ്ടായി. കറുത്ത തേങ്ങ, ചെറുനാരങ്ങ, പച്ചമുളക്, രക്തവർണ്ണത്തിലുള്ള സിന്ദൂരം എന്നിവ ആരോ ഈ ഗോവണിപ്പടിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും കടന്നുപോയിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ ഒന്നുകിൽ ഇതൊരു ബ്ലാക്ക് മാജിക്, അല്ലെങ്കിൽ ഇതൊരു ആഭിചാരക്രിയ എന്നുള്ള രീതിയിലാണ് കണ്ടുനിന്ന ആളുകൾക്കും അതേപോലെ തന്നെ ആ സ്ത്രീക്കും തോന്നിയത്. എന്നാൽ ഇത് കണ്ട് സംശയം തോന്നിയ നീരജ് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്കുകയാണ്. അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് വളരെ ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ്. സത്യത്തിൽ ഈ ആഭിചാരക്രിയ കണ്ട് നീരജ് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സമയത്ത് അവിടെ വെച്ച് കൊലപാതകം നടത്തുക എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്ത ആളുകൾ പ്ലാൻ ചെയ്തത് എന്നാണ് പോലീസ് പറയപ്പെടുന്നത്. പിന്നീട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളെ കണ്ടെത്തിയപ്പോഴാണ് ശരിക്കും നമ്മളെല്ലാവരും ഞെട്ടിപ്പോയത്. കാരണം ഇവരുടെ മകള് തന്നെയായിട്ടുള്ള ആയുഷി ശർമ്മയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നും പോലീസ് ഇതോടൊപ്പം തന്നെ കണ്ടെത്തി. അതായത് ഒരു അപരിചിതയായിരുന്നില്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇതിന്റെ സൂത്രധാര എന്ന് പറയുന്നത് സ്വന്തം മകള് തന്നെയാണെന്നുള്ളത് ആ അമ്മ ആ സമയത്ത് തിരിച്ചറിയുകയാണ്. സ്വന്തം മകൾക്ക് ഒരു അമ്മയോട് എങ്ങനെയാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ ഇങ്ങനെ ഒരു കൊലപാതകം പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രൂരത കാണിക്കാൻ പറ്റുന്നത്? ആ കുടുംബത്തിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് ഇതിന്റെ ഉത്തരം ഈസി ആയിട്ട് ലഭിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നീരജ് ശർമ്മ എന്ന് പറയുന്ന ഈ വ്യക്തി കോടികളുടെ ആസ്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. എന്നാൽ പുറമെ ഇവർ കാണിച്ചിരുന്നത് ഇവർ ഒരു ചെറിയ സർക്കാർ ജോലിയുള്ള ഒരു സ്ത്രീ മാത്രമായിട്ടായിരുന്നു. എന്നാൽ പുറമെ ഇവർ വെറും ഒരു LDC ക്ലർക്ക് മാത്രമായിരുന്നു. എന്നാൽ ഈ സ്വത്തുക്കൾ യഥാർത്ഥത്തിൽ നീരജിൻ്റെതായിരുന്നില്ല, വിജയകുമാർ ശർമ്മ എന്ന് പറയുന്ന അവരുടെ ഭർത്താവിൻ്റെതായിരുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹമായ സാഹചര്യത്തിലാണ് വിജയകുമാർ ശർമ്മ കൊല്ലപ്പെടുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ അകാലമായ മരണം കൊണ്ട് തന്നെ തൻ്റെ മക്കളെ പഠിപ്പിക്കാനും അതേപോലെ തന്നെ ഞങ്ങൾക്ക് നിത്യ ചെലവിനുള്ള കാശ് കണ്ടെത്താനും വേണ്ടി ഈ സ്ത്രീ ആ സമയത്ത് വളരെയധികം പാടുപെട്ടിരുന്നു. എന്നാൽ ആ ഭർത്താവ് ആ ഭാര്യയോട് ചെയ്ത ഏറ്റവും നീതികരമായ കാര്യം എന്ന് പറയുന്നത് തൻ്റെ പേരിൽ തൻ്റെ ഭാര്യയോ മറ്റാളുകളോ അറിയാതെ ഇരുന്ന കുറച്ച് സ്വത്തുകൾ ഉണ്ടായിരുന്നു. അത് മരണശേഷം തൻ്റെ ഭാര്യയ്ക്ക് ലഭിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വിൽപത്രം ആ ഭർത്താവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മരണാനന്തരം ഇത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വന്നു ചേരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നീരജ് ശർമ്മ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് മക്കളെ വളർത്താനും പഠിപ്പിക്കാനും എന്ന് തുടങ്ങിയിട്ടുള്ള ചിലവുകളിലേക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുകയാണ്. എന്നാൽ വിജയകുമാർ ശർമ്മയുടെ കുടുംബത്തിന് ഇതിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവർക്ക് നീരജിനോട് ഈ കാര്യത്തിൽ ചെറിയ നീരസം തോന്നുകയാണ് ഉണ്ടായിരുന്നത്. ജയ്പൂർ കോടതിയിൽ LDC ആയിരുന്ന വിജയകുമാറിന്റെ മരണം, ആ മരണാനന്തരം ആ കുടുംബത്തിൽ മറ്റൊരാൾക്ക് ജോലി ലഭിക്കും എന്നുള്ള സർക്കാരിന്റെ പോളിസി ആ കുടുംബത്തിൽ വലിയൊരു വിധ വിനയ്ക്കാൻ പോവുകയാണെന്നുള്ളത് ആരും തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം
ഈ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി ലഭിക്കും എന്നുള്ള രീതിയിലുള്ള ഓർഡർ കോടതിയിൽ നിന്നും വരികയാണ്. എന്നാൽ ആ കുടുംബത്തിൽ അപ്പോഴുണ്ടായിരുന്ന ഏറ്റവും വലിയ തർക്കം ഈ ജോലി ആർക്ക് കൊടുക്കണം, ആര് സ്വീകരിക്കണം എന്നുള്ള നിലയിലായിരുന്നു. പിന്നീട് ഈ തർക്കം ചെന്നെത്തിച്ചേർന്നത് വലിയ ഒരു ദുരന്തത്തിലേക്കുമാണ്. സർക്കാർ ഇത്തരത്തിൽ ആശ്രിത നിയമനം നടപ്പിലാക്കുന്നത് ആ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക, ആ കുടുംബത്തിന് നിത്യചെലവിനുള്ള വക കണ്ടെത്തി കൊടുക്കുക എന്നുള്ള തലത്തിലൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ കുടുംബത്തിനെ സഹായിക്കുക എന്നുള്ള നിലക്ക്. എന്നാൽ ഇതിനെ മറ്റൊരു തരത്തിൽ ഉപയോഗപ്പെടുത്താനാണ് ആ കുടുംബം ശ്രമിച്ചത് എന്ന് സസൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കിവിടെ മനസ്സിലാക്കാം. 24-കാരിയായ ആയുഷി ശർമ്മയ്ക്ക് തനിക്ക് ആ ജോലി വേണമെന്നുള്ള ഒരേ വാശിയായിരുന്നു. താൻ അതിന് അർഹയാണെന്നും തനിക്ക് ആ ജോലിയിലൂടെ കിട്ടാൻ പോകുന്ന സാമ്പത്തികമായ നേട്ടങ്ങളെക്കുറിച്ചുമാണ് ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ജീവിതകാലം മുഴുവൻ യാതൊരു പരീക്ഷയോ ഇന്റർവ്യൂയോ പാസ്സാവാതെ തനിക്ക് ലഭിക്കാൻ പോകുന്ന ജോലിയെക്കുറിച്ചും അതിന്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചും മാത്രമാണ് ഈ കുട്ടി ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നീരജിന്റെ സഹോദരൻ ആ സമയത്ത് നീരജിന് മറ്റൊരു ഉപദേശം നൽകുകയാണ്. വിജയ് കുമാറിന്റെ മരണം നടക്കുന്ന സമയത്ത് ആയുഷിക്ക് ഏകദേശം 12 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. സഹോദരൻ പറയാണ്, കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ആയുഷിയെ കല്യാണം കഴിച്ചയച്ചേക്കാം, അതിനുശേഷം ഒരുപക്ഷെ ഇവൾക്ക് ജോലിക്ക് പോകാൻ സാധിച്ചേക്കാം. എന്നാൽ നിനക്കും നിന്റെ വയ്യാതെയുള്ള മകനും ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതല്ലേ, നിങ്ങൾക്ക് ചിലവിന് കാശ് വേണ്ടേ? ഒരുപക്ഷെ ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് നാളെ അവളുടെ വേറൊരു കുടുംബത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇതിന് നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നത് അവരുടെ കുടുംബത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിന്റെയും നിന്റെ മകന്റെയും കാര്യം സ്വസ്ഥമായി പരിഗണിക്കേണ്ടത് നിന്റെ മാത്രം കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ ജോലി ലഭിക്കാൻ ഏറ്റവും അർഹതയായിട്ടുള്ളത് നീ മാത്രമാണ് എന്ന നിലയ്ക്ക് ഈ സഹോദരൻ ഈ സഹോദരിക്ക് ഉപദേശം നൽകുകയാണ്. ഒരല്പം കൺഫ്യൂഷനിൽ കഴിഞ്ഞിരുന്ന നീരജ് സഹോദരന്റെ ഉപദേശം ലഭിച്ചതോടുകൂടി ഈ ജോലി സ്വീകരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ ജോലി സ്വീകരിച്ചതോടുകൂടി ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുകയായിരുന്നു. നിരന്തരം ഈ അമ്മയും മകളും തമ്മിൽ വഴക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം സഹികെട്ട് ഈ മകൾ അമ്മാവന്റെ വീട്ടിലേക്ക് താമസം മാറി. പഠിക്കാൻ മിടുക്കുകയായിരുന്ന, അതിലുപരി LLBക്ക് വരെ അഡ്മിഷൻ നേടിക്കൊടുത്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അത്. എന്നാൽ ആയുഷിക്ക് ഇതെല്ലാം സ്വന്തമായി നേടിയെടുക്കാൻ കഴിയുമായിരുന്നിട്ട് പോലും വളരെ കുതന്ത്രമായി ഇതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അവളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ പെൺകുട്ടി അമ്മയോട് ദേഷ്യം പിടിച്ച് നേരെ പോയത് അമ്മാവനായ സ്വരൂപിന്റെ അടുത്തേക്കായിരുന്നു. ഈ സ്വരൂപാകട്ടെ വർഷങ്ങളായി ഇവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഇവർ ജോലി നേടിയതിൽ ഏറ്റവും കൂടുതൽ അസൂയയും കണ്ണുകടിയും ഉണ്ടായിരുന്ന ഒരാളുമായിരുന്നു. അങ്ങനെ അമ്മയോട് വെറുപ്പുള്ള മകളും ഈ സ്വത്തുക്കളിൽ കണ്ണുവെച്ചിട്ടുണ്ടായിരുന്ന ഈ അമ്മാവനും അതോടൊപ്പം തന്നെ ഈ അമ്മാവന്റെ മകനായ ബൽറാമും കൂടി ഇതിൽ പങ്കാളിയാവുകയാണ്. അമ്മയെ തന്റെ വഴിയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ഈ സ്വത്തുക്കൾ ലഭിക്കുക മാത്രമല്ല, അച്ഛൻ മരിച്ചതിൽ അമ്മയ്ക്ക് കിട്ടിയ ജോലിയും തനിക്ക് ലഭിക്കുമെന്നുള്ളത് ഈ പെൺകുട്ടിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ക്രൂരമായ രീതിയിൽ അമ്മയെ കൊലപ്പെടുത്താൻ ഇവർ 3 പേരും കൂടി പ്ലാൻ ചെയ്യുകയാണ് ചെയ്തത്. പകരമായി അമ്മാവന് ഇവൾ വെച്ച് നീട്ടിയത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളായിരുന്നു. അമ്മയുടെ മരണം വളരെ സ്വാഭാവികമായി തോന്നിക്കുക എന്നുള്ളത് ഇവർക്കൊരു നിർബന്ധമുള്ള കാരണമായിരുന്നു. കാരണം ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ജോലി ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വിരളമാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇവർ പുറത്തു നിന്നുള്ള ഏകദേശം 20 വാടക കൊലയാളികളെ ഇതിനു വേണ്ടി തയ്യാറാക്കി. 20-കാരനായ ഹേമന്ത് ശർമ്മ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലായിരുന്നു ഇവർ ഈ കൊലയാളി സംഘത്തെ പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇവരുടെ പ്രതിഫലമായി ഇവർ കണക്ക് കൂട്ടിയത് ഏകദേശം 5 ലക്ഷം രൂപയും. ആകാശ്, മോഹിത്ത്, അരവിന്ദ്, രോഹിത് എന്ന് തുടങ്ങിയിട്ടുള്ള കുറച്ച് ആളുകളും കൂടെ ഈ ഗ്രൂപ്പിൽ എക്സ്ട്രാ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ മോഹിത്ത് നീരജിന്റെ ഓരോ നടത്തങ്ങളും ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. നീരജ് ഏതൊക്കെ സമയത്ത് എവിടെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഇവർ തയ്യാറാക്കി. അമ്മയുടെ നിരീക്ഷണങ്ങൾ മനസ്സിലാക്കിയ ഇവർ വാടകയ്ക്ക് ഒരു താർ കാർ എടുക്കുകയാണ്. എന്നിട്ട് ഒരു ദിവസം ഈ അമ്മ പുറത്തിറങ്ങുന്ന സമയത്ത് അതിവേഗമായി ഇവർക്കിടയിലേക്ക് ഇത് ഓടിച്ചു കയറ്റി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ സ്ത്രീ തലനാരിഴയ്ക്ക് അന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഈ അപകട ശ്രമത്തോടു കൂടി ഭയപ്പെട്ടു പോയ നീരജ് തന്റെ വീടിന് ചുറ്റും CCTV ക്യാമറകളും അതേപോലെ പുറത്തിറങ്ങുന്ന സമയത്ത് കൂടുതൽ ജാഗ്രത പുലർത്താനും ശ്രദ്ധിച്ചു. എന്നാൽ നീരജ് പുറത്തിറങ്ങാതായതോടുകൂടി കൊലയാളികൾക്ക് പ്ലാൻ B നടപ്പിലാക്കേണ്ടി വന്നു. ജൂൺ 27-ന് വീടിന്റെ ഗോവണിപ്പടിയിൽ സിന്ദൂരവും പാവയും മുളകുമൊക്കെ എറിഞ്ഞ് അവർ ഭീതി പരത്തി. ഇത് കണ്ട് നീരജ് പുറത്തേക്ക് ഇറങ്ങി ഓടുകയും പെട്ടെന്ന് തന്നെ അവർക്കൊരു അപകടം ക്രിയേറ്റ് ചെയ്ത് ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. എന്നാൽ ഇവരുടെ പ്ലാൻ എല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ നീരജിന്റെ മകൻ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇതുകൊണ്ടൊന്നും അവരെ പുറത്തേക്ക് ഇറക്കാൻ ഇവർക്ക് സാധിക്കുമായിരുന്നില്ല.
ഒടുവിൽ ജൂലൈ 3 വീടിന്റെ സമീപം കുറച്ചകലെ വെച്ചുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയാണ്. സംഭവ ദിവസം നീരജ് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ബൈക്കിൽ 2 പേര് ഇവരെ പിന്തുടർന്ന് എല്ലാ വിവരങ്ങളും സ്കോർപിയോ കാറിലുള്ള ആളുകൾക്ക് പകർന്നു നൽകിയിരുന്നു. ഇവരെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു വൈറ്റ് സ്കോർപിയോ കാറാണ് ഇവർ വാടകയ്ക്ക് എടുത്തിരുന്നത്. ആകാശും അരവിന്ദുമാണ് ഈ വൈറ്റ് സ്കോർപിയോമായി ഇവരെ കാത്തിരുന്നത്. മോഹിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാവട്ടെ ഈ ബൈക്കിൽ പിന്തുടർന്നുകൊണ്ട് ഇവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യം വന്ന സമയത്ത് ഈ സ്ത്രീയുടെ മേത്തേക്ക് ഡയറക്റ്റ് ഇവർ കാറ് ഓടിച്ചു കയറ്റി വളരെ ദാരുണമായി അവിടെ വെച്ച് തന്നെ നീരജ് മരണപ്പെടുകയും ചെയ്തു. പിന്നീട് കൊലയാളികൾ കാർ ഉപേക്ഷിച്ച് ആ ബൈക്കിൽ കടന്നു കളഞ്ഞു. അമ്മ മരിച്ചതറിഞ്ഞ് ഓടിയെത്തിയ ആയുഷി എന്ന് പറയുന്ന ആ പെൺകുട്ടി അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ്. ആദ്യ നോട്ടത്തിൽ ഇതൊരു അപകട മരണമായിട്ട് തന്നെയാണ് അവിടെയുള്ള എല്ലാവർക്കും ഫീൽ ചെയ്തത്. എന്നാൽ നീരജിന്റെ സഹോദരൻ രാകേഷിന് മാത്രം ആയുഷിയെ വിശ്വാസമില്ലായിരുന്നു. അമ്മ മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആയുഷിയുടെ പെരുമാറ്റത്തിൽ വന്ന ചില മാറ്റങ്ങളാണ് ഇതിന് കാരണമായത്. അമ്മ മരിച്ച തൊട്ടടുത്ത ദിവസം തന്നെ സ്വാഭാവികമായി ഈ പെൺകുട്ടി സംസാരിക്കാനും കളിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും സ്വാഭാവികമായിട്ട് പെരുമാറാനും തുടങ്ങി. തന്റെ സ്വന്തം അമ്മയാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞാൽ ജന്മം നൽകിയ ഒരു മകൾക്കും ഇതുപോലെ പെരുമാറാൻ കഴിയില്ലെന്ന് ആ സഹോദരന് ഉറപ്പുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് സംശയം മൂർച്ഛിച്ചപ്പോൾ രാകേഷ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് അവിടുത്തെ CCTVകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ CCTV പരിശോധിച്ച സമയത്ത് പോലീസിന് മനസ്സിലായി ഈ കാറ് മനഃപൂർവ്വം ഈ സ്ത്രീയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നുള്ളത്. പിന്നീട് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സ്കോർപിയോ പരിശോധിച്ച സമയത്ത് ആഭിചാര ക്രിയകൾക്ക് വേണ്ടി ഉപയോഗിച്ച ചില സാധനങ്ങളും അതേപോലെ തന്നെ നീരജിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില സാധനങ്ങൾ കണ്ടെത്തി. പിന്നീട് കാർ വാടകയ്ക്ക് എടുക്കാൻ 35,000 രൂപ നൽകിയ ഹേമന്ത് ശർമ്മയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയാണിപ്പോൾ. ഹേമന്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ തുടർന്ന് പോലീസ് അമ്മാവൻ മോഹൻ സ്വരൂപിനെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലുകളിൽ തെളിവ് നിരത്തിയപ്പോൾ അയാൾക്ക് കുറ്റം സമ്മതിക്കാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണ് മകൾ ആയുഷിയിലേക്ക് പോലീസ് എത്തുന്നത്. അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന വേദിയിൽ വെച്ചുകൊണ്ടാണ് ആയുഷിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് കുറ്റബോധത്തിന്റെ ഒരു അംശം പോലും അവരുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തിനിടയിൽ മറ്റൊരു രഹസ്യം കൂടി പുറത്തു വരികയാണ്. ഈ കുട്ടിക്ക് പിതാവിന്റെ മരണത്തിലും എന്തോ ഒരു പങ്കുണ്ട് എന്നുള്ള രീതിക്ക് ഈ സഹോദരൻ ആരോപണം ഉന്നയിക്കുകയാണ്. പിതാവിന് ബ്രെയിൻ സ്ട്രോക്ക് വന്ന സമയത്ത് ആരോരും അറിയാതെ ഒരു ആശുപത്രി പ്രവേശിപ്പിക്കുകയും പിന്നീട് അവിടെ നിന്നും കൊണ്ടുവന്ന് പിതാവിന് ഭക്ഷണം നൽകിയിരുന്ന ട്യൂബ് മനഃപൂർവ്വം ആരോരും അറിയാതെ ഊരിമാറ്റിയുമാണ് പിതാവിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു നീരജിന്റെ സഹോദരൻ ഉന്നയിച്ച ആരോപണം. പോലീസ് ഇതിന് പിന്നിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറുമൊരു സർക്കാർ ജോലിക്കും കുറച്ച് സ്വത്തുക്കൾക്കും വേണ്ടി ഒരു അമ്മയെ, ജന്മം നൽകിയ അമ്മയെ കൊലപ്പെടുത്താൻ ഈ സ്ത്രീ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയൊക്കെ ഭൂമിയിൽ ജനിക്കാൻ യോഗ്യതയില്ലാത്ത, അതല്ലെങ്കിൽ ജീവിക്കാൻ യോഗ്യതയില്ലാത്ത, അർഹതയില്ലാത്ത സ്ത്രീയാണെന്ന് നമുക്ക് കണ്ണടച്ചുകൊണ്ട് ശക്തിയായി പറയാം. ജന്മം നൽകിയ അമ്മയെ കൊലപ്പെടുത്തുകയും ഭിന്നശേഷിക്കാരനായ സ്വന്തം സഹോദരനെ അനാഥമാക്കുകയും ചെയ്ത ആ ക്രൂരയായ ആയുഷി എന്ന് പറയുന്ന സ്ത്രീ ഇന്ന് ജയിലിലാണ്. മാതാപിതാക്കളെ ദൈവത്തെ പോലെ കാണുന്ന നമ്മുടെ നാട്ടിൽ വെറുപ്പും ആർത്തിയും കാരണം ഒരു സ്ത്രീ ചെയ്ത ഈ ക്രൂരമായ കൊലപാതകം മനുഷ്യ മനസാക്ഷികളെ മരവിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.